ജന്മാദ്യസ്യേതോന്വയാളിതരതച്ചാർത്തേഷു അഭിജ്ഞസ്വരാഷ്ടേനെ ബ്രഹ്മഹതായ ആദികവയേ മുഖ്യന്തി യത്സൂരയ തേജോവാരിമുദാം യഥാ വിനിമയോ യത്ര സർഗോ വൃഷാധാമനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജ്ജിതകൈതപോത്രപരമോ നിർമ്മത്സരാണാം തദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിത്തൽക്ഷണാൽ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂരിഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോ വിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിരിശതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണമുഖ്യം തം വ്യാസസൂനമുപയാമി ഗുരുമുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമാംബോ ഭൂതൈർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ചേതേരമോഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വലംകൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമോ നമഃ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. ശ്രീകൃഷ്ണായ നമോ നമഃ. കഴിഞ്ഞ ദിവസം സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. കഴിഞ്ഞ ദിവസം ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് നമുക്ക് ക്ലാസ് നടത്താൻ കഴിഞ്ഞില്ല. അത് എനിക്ക് എൻ്റെ ചെറിയൊരു തിരക്ക് കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ക്ലാസ് മുടങ്ങിയതിൽ വല്ലാത്ത ദുഃഖമുണ്ട്. അതിന് സജ്ജനങ്ങളോടൊക്കെ ഞാൻ ക്ഷമാപണം ചെയ്യുന്നു. ഭഗവാന്റെ ബാലലീലകളാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ശകടാസുരവധം മുതൽ പൂതനാമോക്ഷം മുതൽ ഭഗവാന്റെ ലീലകൾ ആരംഭിക്കുകയായി. ആ പൂതനയെ വധിച്ചതിന് ശേഷം ഭഗവാൻ ശകടാസുരനെ നിഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹങ്ങളെ നശിപ്പിക്കലാണ് പൂതനെ നിഗ്രഹിക്കുന്നതിലൂടെ ഭഗവാൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ശകടാസുരൻ നമ്മുടെ ഉള്ളിലുള്ള ജീവന്റെ ജഡഭാവത്തെ നീക്കലാണ് ശകടാസുരവധം. കേവലം 3 മാസം പ്രായമായിട്ടുള്ള ഭഗവാൻ തന്റെ കാലൊന്നുയർത്തി കാളവണ്ടിയിൽ കൊണ്ടതോടുകൂടെ കാളവണ്ടി മുറിഞ്ഞു വീഴുകയാണ്. അപ്രമേയനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ബലത്തെക്കുറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവില്ല. യശോദാദേവി കുട്ടികളോട് ചോദിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു, ഉണ്ണി കാലുയർത്തി ഉണ്ണിയുടെ കാല് കാളവണ്ടിയിൽ കൊണ്ടു, അതോടുകൂടെ കാളവണ്ടി തകർന്നു എന്നാണ്. അത് യശോദയ്ക്കൊന്നും വിശ്വാസമായില്ല എന്നാണ്. കാരണം ഈ മനുഷ്യന്റെ വിജ്ഞാനത്തിനൊരു അതിർത്തിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയ കാര്യങ്ങളെ മാത്രമേ അവൻ ശരി എന്ന് കണക്കാക്കുള്ളൂ. അതിൽ ഒതുങ്ങാത്തതാണെങ്കിൽ തള്ളിക്കളയുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇതാണ് കുട്ടികളുടെ വാക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം. അങ്ങനെയൊന്നും സംഭവിക്കാൻ വയ്യാത്തതാണല്ലോ. അങ്ങനെയാണല്ലോ സാധാരണ നിയമം. പിന്നെ എങ്ങനെ കുട്ടികളുടെ വാക്ക് അംഗീകരിക്കപ്പെടുക? ഇതാണ് നമുക്കൊക്കെ പറ്റുന്നത്. എത്ര തന്നെ കണ്ടാലും അറിഞ്ഞാലും ഈശ്വര മഹിമയെ ആ രൂപത്തിൽ ഗ്രഹിക്കുക പതിവില്ല. ദുഷ്ടമായിട്ടുള്ള കാരണത്തോട് കൂടാതെ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ല എന്നാണ് സാധാരണ ജനങ്ങളുടെ വിശ്വാസം. പക്ഷേ ഈ ദുഷ്ടമായിട്ടുള്ള കാരണത്തിനൊക്കെ പിന്നിലൊരാളുണ്ട്, അദൃഷ്ടനായിട്ടുള്ള ഈശ്വരൻ. എല്ലാറ്റിനും പരമകാരണമായിട്ടിരിക്കുന്നത് ആ ഭഗവാനാണ്. അതുകൊണ്ട് ഈ അസാധാരണ സംഭവത്തിന്റെ കാരണം എന്തെന്ന് ആർക്കും അറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെയാണ് ആ ശകടാസുര വധത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. അത് കഴിഞ്ഞ് തൃണാവർത്തനെ നശിപ്പിക്കലാണ് ഭഗവാൻ അടുത്ത് ചെയ്യുന്നത്.
അതായത് മനസ്സിലെ വാസനകളെ ഇല്ലാണ്ടാക്കുക, വാസനാരഹിതമായിട്ടുള്ള മനസ്സ്. മനോനാശവും വാസനാക്ഷയവും വേണം, അല്ലെങ്കിൽ മനോനാശവും വാസനാക്ഷയവും വരണം ഒരു ജീവന് ഈശ്വരപ്രാപ്തിയാവുന്ന ലക്ഷ്യത്തിലൂടെ അടുക്കാൻ. എങ്കിലേ ആ ജീവന് ഈശ്വരനെ അടുക്കുക, അതായത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ വാസനകളെ നശിപ്പിക്കലാണ് തൃണാവർത്തനെ നിഗ്രഹിക്കുന്നതിലൂടെ. അത് കഴിഞ്ഞ് ഭഗവാൻ യശോദാദേവിക്ക് തൻ്റെ വായുടെ അകത്ത് കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ കാണിച്ച്, നേരത്തെ പറഞ്ഞല്ലോ, യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ, വല്ലപ്പോഴും നിങ്ങൾ എന്നെ ബ്രഹ്മഭാവത്തിൽ സ്മരിക്കുകയും പുത്രഭാവത്തിൽ സ്നേഹിക്കുകയും ചെയ്താൽ ഗതി കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് പുത്രഭാവം വരുമ്പോൾ ഇടയ്ക്ക് ഭഗവാൻ ഞാൻ പുത്രൻ മാത്രമല്ല സാക്ഷാൽ ബ്രഹ്മം തന്നെ എന്ന് കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോ അനന്തമായിട്ടുള്ള ബ്രഹ്മാണ്ടത്തെ, എണ്ണമറ്റതായ ജീവസമൂഹത്തെ മുഴുവൻ യശോദാദേവിക്ക് തൻ്റെ വായിൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ആ കണ്ണടച്ചു, ഭഗവാൻ വായിയും കൂട്ടി, യശോദ അതൊക്കെ മറക്കുകയും ചെയ്തു എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുൻപ് അനുസ്മരിച്ചത്. ഇനി ഭഗവാന്റെ നാമകരണ സംസ്കാരത്തിനുള്ള പ്രായമായിരുന്നു. ഒരു ജീവൻ പരിപൂർണമായിട്ട് ഉന്നതിയെ പ്രാപിക്കുന്നത്, ശുദ്ധിയെ പ്രാപിക്കുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടതായിട്ടുള്ള സംസ്കാര ക്രിയകളിലൂടെയാണ്. ഒരു ജീവന് 16 സംസ്കാരങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം. ഷോഡശ സംസ്കാരങ്ങൾ എന്നാണ് പറയുക. ഈ 16ന്റെ 3 ഇരട്ടി ഭാവം. അതുകൊണ്ടൊക്കെ ഈ പൂണുനൂലൊക്കെ ഇടുമ്പോ നമ്മുടെ കൈകൊണ്ട് ഈ 16ന്റെ 3 ഇരട്ടിയാണ് എടുക്കുക എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സംസ്കാരത്തെ ഉൾക്കൊണ്ട ആളാണ് ദ്വിജൻ. അപ്പോഴാണ് ദ്വിജനാവുന്നുള്ളൂ. സംസ്കാരക്രിയ കഴിഞ്ഞാലേ ദ്വിജനാവുന്നുള്ളൂ. അപ്പൊ അതില് ജാതകർമാതി സീമന്തം തുടങ്ങിയിട്ട് ഇപ്പൊ ജാതകർമാതി സംസ്കാരങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ നാമകരണ സംസ്കാരത്തിന്റെ പ്രായമാണ്. ഈ സംസ്കാരമാണ് മനസ്സിനെ ഉയർത്തുന്നത് എന്നാണ്. മനോനിലയെ ഉയർത്തുന്നത് സംസ്കാര. ജീവന് ശുദ്ധി കിട്ടുന്നതും സംസ്കാരത്തിലൂടെയാണ്. ആ സംസ്കാരമാണ് നമുക്കൊക്കെ വേണ്ടത്. പക്ഷെ ഇപ്പോ നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്താണെന്നാണെങ്കിൽ, സംസ്കാരത്തെ വിട്ട് നമ്മളൊക്കെ പരിഷ്കാരത്തിന്റെ പിന്നിലായി നമ്മുടെ പോക്ക്. അതോടുകൂടി ഭാരതീയരായിട്ടുള്ള നമ്മളൊക്കെ ശരിക്ക് ഇപ്പോ സായിപ്പും അല്ല ഭാരതീയനും അല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. സാധാരണ നമ്മളൊക്കെ പറയില്ലേ, ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ ഒട്ടെത്തിയതും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. നമുക്കൊക്കെ ഇപ്പൊ പരിഷ്കാരം മാത്രമേ വേണ്ടൂ. ഈ പരിഷ്കാരം പുറമേ കാണുന്ന ഭാവമാണ്, അത് മനുഷ്യനെ അധപ്പതിപ്പിക്കുകയുള്ളൂ. സംസ്കാരമാണ് നേരെയാവേണ്ടത്. അതാണ് മനഃശുദ്ധി തരുന്ന ഘടകം. അപ്പൊ ആ ജീവനെ സംസ്കരിക്കലാണ് ഈ സംസ്കാരങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നാമകരണം ഒരു സംസ്കാരമാണ് എന്നാണ് പറയുന്നത് ശാസ്ത്രത്തിൽ. അതുകൊണ്ടാണ് പണ്ടൊക്കെ കുട്ടിക്ക് നാമകരണം ചെയ്യുന്നത് കുലപുരോഹിതനാണ്. അല്ലാണ്ട് അച്ഛനോ അമ്മയോ അമ്മാവനോ ഇന്നത്തെ പോലെ നെറ്റിൽ നോക്കിയിട്ടോ ഒന്നുമല്ല കുട്ടിക്ക് നാമകരണം ചെയ്യും. ഗുരുനാഥനാണ്. ഗുരുനാഥൻ നാമകരണം ചെയ്യുമ്പോ അവന്റെ സ്വഭാവത്തിനും ആ നാമത്തിനും തമ്മിൽ ബന്ധം ഉണ്ടാവും. ഇപ്പൊ നമ്മള് നാമകരണം ചെയ്യുന്നത് കൊണ്ടാണ് സ്വഭാവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. അപ്പൊ ഇവിടെ ഗർഗമഹർഷിയാണ് യാദവന്മാരുടെയൊക്കെ പുരോഹിതനായിട്ടിരിക്കുന്നത്. ഗോപന്മാരുടെ പുരോഹിതൻ വേറുണ്ട്. ഈ ഗർഗമഹർഷിയുടെ പ്രത്യേകത എന്താണ്? ഗർഗമഹർഷി ജ്യോതിശാസ്ത്രത്തിന്റെ, നമ്മുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ഇന്നത് എന്ന് നിരൂപിക്കാൻ കഴിയാത്ത അതീന്ദ്രിയമായിട്ടുള്ള ജ്യോതിശാസ്ത്രത്തിൻ്റെയൊക്കെ ആചാര്യനാണ് ഗർഗര്. ഗർഗഹോര എന്നാണ്. അതായത് ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അദ്ദേഹം തന്നെ രചിച്ച ഗ്രന്ഥാണ് ഈ ഗർഗഹോര എന്നാ പറയുക. അപ്പൊ അതിനായിട്ട് അദ്ദേഹം, അതായത് ഗോകുലത്തിലേക്ക് വരികയാണ് ഗർഗ മഹർഷി.
ഗർഗനെ പറ്റി ഗർഗഭാഗവതത്തിലൊക്കെ ഒരുപാട് കഥകൾ, അദ്ദേഹത്തിന്റെ മഹാത്മ്യം ഒരുപാട്. അതിനിപ്പോ ഇവിടെ ഒറ്റ ശ്ലോകം കൊണ്ട് തന്നെ അതിനെ സ്പഷ്ടമാക്കി തീർക്കുന്നുണ്ട്. എന്താ ഇവിടെ പറഞ്ഞത്? ഗർഗ പുരോഹിതോ രാജൻ യേദൂനാം സുമഹാതപാഹ പ്രജം ജഗാമനന്ദസ്യ വസുദേവ പ്രചോദിതാം. പറയാണ്, അല്ലയോ ശുഗമഹർഷി, അതായത് പരീക്ഷത്തെ, യാദവന്മാരുടെ പുരോഹിതനും മഹാതപസ്വിയുമായിട്ടുള്ള ഗർഗൻ എന്ന മഹർഷി. അപ്പോ ഗർഗന്റെ വിശേഷണമാണ് യാദവന്മാരുടെ പുരോഹിതനാണ്. എന്താ ഈ പുരോഹിതൻ എന്ന് വെച്ചാല് മുമ്പിൽ നിന്ന് ഹിതത്തെ ചെയ്യുന്ന ആളാണ് പുരോഹിതൻ എന്നാണ്. അതുകൊണ്ടാണ് പൊതുവെ ഭാരത സംസ്കാരത്തില് ബ്രാഹ്മണരെയാണ് പുരോഹിതന്മാരായിട്ട് കണക്കാക്കുക. അപ്പൊ ബ്രാഹ്മണര് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അതായത് ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ മൂന്ന് കൂട്ടർക്കും ഇപ്പൊ ഉപനയന സംസ്കാരമുള്ള കൂട്ടര് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉപനയനം ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുക. അപ്പൊ അതിനൊക്കെ ചില പ്രായത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് മൂന്ന് കൂട്ടർക്ക് ഉപനയന സംസ്കാരത്തിന് അർഹതയുണ്ട്. അപ്പൊ ഈ പുരോഹിതൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം മുമ്പിൽ നിന്ന് ഹിതത്തെ ചെയ്യുന്ന ആള്, ആ ജീവനെ നല്ല വഴിക്ക് നയിക്കുക. അപ്പൊ ബ്രാഹ്മണൻ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ വേണം ബാക്കി മൂന്ന് വർണ്ണക്കാരൻ സഞ്ചരിക്കാൻ. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവന് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാനും ഭൗതിക ജീവിതം ക്ഷേമകരമാക്കി തീർക്കാനും കഴിയും. അതുകൊണ്ടാണ് പണ്ടൊക്കെ ക്ഷത്രിയന്മാര് രാജ്യം ഭരിക്കുമ്പോൾ രാജ്യഭരണത്തിൽ ആ രാജാക്കന്മാരുടെ സദസ്സില് രാജാവിനെ ഉപദേശിക്കാൻ ഒരു ഋഷി ഉണ്ടാവും, ഒരു ബ്രാഹ്മണൻ ഉണ്ടാവും. ഏത് രാജാക്കന്മാരുടെ ചരിത്രം, സൂര്യവംശ രാജാക്കന്മാരുടെ ആയിക്കോട്ടെ, ചന്ദ്രവംശ രാജാക്കന്മാരുടെ ആയിക്കോട്ടെ, അവർക്കൊക്കെ പുരോഹിതനായിട്ട് ഒരാളുടെ നല്ല സ്ഥാനത്താണ് അവരിയ്ക്കുക. അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തിന്റെ ഹിതം അനുസരിച്ചിട്ട് ആ രാജാവ് കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ എന്നാണ്. അപ്പൊ ആ മുമ്പിൽ നിന്ന് ഹിതത്തെ ചെയ്യുന്ന ആളാണ് പുരോഹിതൻ. അപ്പൊ അദ്ദേഹം ആ യാദവന്മാരുടെ ആചാര്യനാണ്, നല്ല തപസ്വിയാണ്, സുമഹാതപാണ്. ആ തപസ്സുകൊണ്ട് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിന്റെ ആചാര്യനായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം വസുദേവരെ പ്രേരിപ്പിച്ചതിനനുസരിച്ചിട്ട് നന്ദഗോകുലത്തിലേക്ക്, നന്ദഗോപരുടെ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കണ്ടതോടുകൂടെ നന്ദഗോപർക്ക് അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടായി. വേഗം തന്നെ കൂപ്പുകൈകളോടുകൂടി എതിരേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ച് ആ ഈശ്വര ബുദ്ധിയോടുകൂടെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് പൂജിക്കുകയാണ്. എപ്പോഴും വേണം മഹാത്മാക്കളെ അതായത് മനുഷ്യഭാവത്തിൽ കാണാൻ പാടില്ല എന്നാണ്. ഈശ്വരനാണ് എന്ന ഭാവത്തിൽ വേണം കാണാൻ. പ്രത്യേകിച്ച് പുരോഹിതനാണ്, ഗുരുനാഥനാണ്. ഗുരുവും ഈശ്വരനും രണ്ടല്ല. എപ്പോഴും പറയും, ഗുരുനാഥനും ഭഗവാനും ഒരുമിച്ച് വന്നാൽ ആദ്യം എണീറ്റ് നമസ്കരിക്കേണ്ടത് ഗുരുനാഥനെ, അല്ലാണ്ട് ഭഗവാനെ അല്ല എന്നാണ്. അതുകൊണ്ട് ഭഗവാൻ അപ്രിയം തോന്നുന്നില്ല, അത് ചെയ്യാഞ്ഞാലേ തോന്നുക. എന്തുകൊണ്ട് ആദ്യം ഗുരുനാഥനെ നമസ്കരിക്കാൻ പറഞ്ഞത്? ഗുരുവും ഗോവിന്ദനും ഒരുമിച്ച് വന്നാൽ ഗുരുനാഥനെ നമസ്കരിച്ചിട്ട് ഗോവിന്ദനെ നമസ്കരിക്കാവുന്നതാണ്. ഗുരുനാഥനെ നമസ്കരിക്കാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത് ഗോവിന്ദനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ഗുരുനാഥനാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തില് ഗുരുനാഥന് കൂടുതൽ പ്രാധാന്യം. ജീവന്റെ അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. ജ്ഞാനപ്രകാശം കൊടുത്ത് അവനെ ജ്ഞാനഭാവത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു. അപ്പോ ആ ഗുരുനാഥനെ ഈശ്വര ബുദ്ധിയെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വേണ്ടതുപോലെ ഉപചരിച്ചിരുത്തി അദ്ദേഹത്തെ പൂജിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങേപ്പോലുള്ള മഹാത്മാക്കളൊക്കെ മഹദ്വിജലനം നൃണാം ഗൃഹീണാം ദീനചേതസാം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യതാ കുജിത്. പറയാണ്, മഹാത്മാക്കള് പൊതുവെ മഹാത്മാക്കൾ ഇങ്ങനെ സഞ്ചരിക്കുക ലോകത്തില്, അത് അവരെ ഒരിടത്തും നിൽക്കില്ല. അവര് ഇങ്ങനെ ഒട്ടലില്ലാണ്ട് കഴിയുന്ന കൂട്ടരാ. പ്രപഞ്ചമായിട്ട് യാതൊരു ഒട്ടലൊന്നുമില്ല അവർ. അപ്പൊ അവരെന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കണമെന്നാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല. മഹാത്മാക്കൾ ഒരിക്കലും അവരുടെ ക്ഷേമം കണക്കാക്കിയിട്ടോ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ല പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ അങ്ങേപ്പോലുള്ള മഹാത്മാക്കൾ എന്തിനങ്ങനെ ലോകസഞ്ചാരം ചെയ്യുന്നത് എന്നാണെങ്കിൽ, മഹാത്മാക്കളായിട്ടുള്ള നിങ്ങളുടെ പാദസ്പർശം കൊണ്ട് ഒരു ഗൃഹസ്ഥന്റെ വീട്ടിലേക്ക് ഒരു മഹാത്മാവ് കയറി വന്നു കഴിഞ്ഞാൽ ആ ഗൃഹത്തിലെ സകല അശുഭവാസനകളും ഇല്ലാണ്ടാവും, സകല ദോഷങ്ങളും ഇല്ലാണ്ടാവും. അപ്പൊ ഞങ്ങളെ പോലുള്ള ഗൃഹസ്ഥന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യന്മാർക്ക് ശ്രേയസ് ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ പോലുള്ള മഹാത്മാക്കള് ഇങ്ങനെ ഗൃഹസ്ഥന്മാരുടെ വീട്ടിലേക്കൊക്കെ വരുന്നത്. നോക്കൂ, അങ്ങനെയുള്ള മഹാത്മാക്കളെ സ്വീകരിച്ച് പൂജിക്കാത്ത വീടിന് എന്താ ശാസ്ത്രം പറയുക? പൊതുചരിത്രത്തിൽ പറയുന്നുണ്ട്, വ്യാളാലയ ദ്രുമങ്ങള് എന്നാ പറയുക. വീട് എന്ന് പറയാൻ പാടില്ല. അത്ര വലിയ കൊട്ടാര സദൃശമായിട്ടുള്ള വീടാണെങ്കിലും ആ വീട്ടില് ഒരു മഹാത്മാവിനെ കൊണ്ടുവന്ന് നമ്മൾ പൂജിച്ചിട്ടില്ല എങ്കിൽ ആ വീടിന് ശരിക്ക് വലിയൊരു ചന്ദനമരം, നല്ല തടിയുള്ള ചന്ദനമരം, അതിന്റെ നടുവില് ഒരു പൊത്തുണ്ട്, അതിനകത്ത് ഒരു മൂർഖം പാമ്പും താമസിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. പിന്നെ അതിന്റെ അടുത്തുകൂടെ ആരെങ്കിലും പോകും? ഇതുപോലെയാണ് മഹാത്മാക്കളെ പൂജിക്കാത്ത വീട് എന്നാണ് ശാസ്ത്രം പറയുക. അപ്പോ നിങ്ങളെപ്പോലുള്ളവര് ഞങ്ങളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് അറിയാം. അങ്ങോ ജ്യോതിഷാമയനം സാക്ഷാൽ എത്ര ജ്ഞാനം അതീന്ദ്രിയം. അതീന്ദ്രിയ ജ്ഞാനമുള്ള അങ്ങ് ജന്മാന്തര കർമ്മങ്ങളെയും അതനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതിശാസ്ത്രത്തെ നിർമ്മിച്ചിരിക്കുന്നു. ആ ശാസ്ത്രത്തിന്റെ സഹായത്താൽ സാധാരണ ജനങ്ങള് അവരുടെ ഭൂതകാലത്തെയും ഭാവി കാര്യത്തെയും കുറിച്ച് അറിയുക. അതാണ് ഗർഗ മഹർഷി രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥാണ് ഗർഗഹോര എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു, നന്നായി, ഭാഗ്യായി. ഇവിടെ ഇപ്പോ നാമകരണ സംസ്കാരത്തിന് പ്രായമായിട്ടുള്ള 2 കുട്ടികളുണ്ട് ഇവിടെ. ആ ഉണ്ണികളുടെ നാമകരണ സംസ്കാരം അവിടുന്ന് ചെയ്യണം. പ്രത്യേകിച്ച് മനുഷ്യരില് അല്ലേ, ബാലയോരനയോ നൃണാം ജന്മന ബ്രാഹ്മണോ ഗുരു. മനുഷ്യരിൽ ബ്രാഹ്മണര് മറ്റുള്ളവർക്കൊക്കെ ഗുരുവാണ്. അപ്പൊ ഗർഗ മഹർഷി പറഞ്ഞു, ഞാനേ യാദവന്മാരുടെ ആചാര്യനാണ്. ഇപ്പോ ഗോപന്മാരായിട്ട് നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ഞാൻ നാമകരണം ചെയ്തു കഴിഞ്ഞാൽ അത് അതായത് ഇവര് ദേവകിയുടെ പുത്രന്മാരാണെന്ന് എല്ലാവരും വിചാരിക്കും. കാരണം ഞാൻ യാദവന്മാരുടെ പുരോഹിതനായതുകൊണ്ട് യാദവ കുട്ടികൾക്ക് സംസ്കാരക്രിയ ചെയ്യാനുള്ള അധികാരം എനിക്കുള്ളത്. അപ്പൊ ഈ കുട്ടികൾക്ക് സംസ്കാരക്രിയ ചെയ്ത് എന്ത് പറ്റും? ഈ കുട്ടികൾ ദേവകി വസുദേവന്മാരുടെ പുത്രന്മാരാണ് എന്ന് എല്ലാവരും വിചാരിക്കും. ദുഷ്ടനായിട്ടുള്ള കംസൻ അത് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപകടം ഉണ്ടാകുമെന്നാണ് എൻ്റെ പേടി. കാരണം വസുദേവരും നന്ദഗോപനും ആത്മമിത്രങ്ങളാണ്, ബന്ധുക്കളാണ്. അതുപോലെ തന്നെ കംസനിപ്പോ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. എന്താ, ദേവകിയുടെ 8ാമത്തെ ഗർഭം ആൺകുട്ടിയായിരിക്കും. അശരീരി വാക്ക് ശരിയായിട്ട് പറഞ്ഞതാണ്. നിന്റെ അന്തകൻ ഇന്ന് ഭൂമിയിൽ ഇവിടെ ജനിച്ചിട്ടുണ്ട്, നിന്റെ ക്ഷേമം എന്താ വെച്ചാൽ നോക്കിക്കോളൂ. അപ്പൊ എന്തോ ഒരു തിരിമറി നടന്നതാണെന്ന് കംസന് നല്ല സംശയമുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഞാനിപ്പോ ഈ കുട്ടികളുടെ നാമകരണ സംസ്കാരം ചെയ്താൽ കംസന്റെ സംശയം ബലപ്പെടും. അപ്പൊ കുട്ടികളെ ചിലപ്പോ കംസൻ വന്ന് കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ അത് അപകടത്തിന് കാരണമാവില്ലേ എന്നാണ്. അപ്പോ നന്ദഗോപര് പറഞ്ഞു, അതെ, ആർക്കും അറിയണ്ട, ആരെയും ക്ഷണിക്കുകയും വേണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, രഹസ്യമായിട്ട് നാമകരണ സംസ്കാരം ചെയ്യാന്നാണ്. ഇത് കേട്ടപ്പോ നന്ദഗോപര് സമ്മതിച്ചു, അല്ല ഗർഗര് സമ്മതിച്ചു. കാരണം നന്ദഗോപർക്ക് നിർബന്ധം ഗർഗരെ കൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നാമകരണം ചെയ്യിപ്പിക്കണം എന്ന്. അങ്ങനെ ആദ്യം അതിന്റെ സംസ്കാര ക്രിയകൾ, വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു. ആദ്യം രോഹിണിയുടെ ഉണ്ണിയെയാണ് ആ ഗർഗരുടെ മടിയിൽ വെച്ചു കൊടുത്തത്. അപ്പൊ ഗർഗ മഹർഷി പറഞ്ഞു, അതെ, ഈ രോഹിണി പുത്രനായിട്ടുള്ള ഇവൻ ഗുണങ്ങളെ കൊണ്ട് അയം ഹി രോഹിണി പുത്രോ രമയൻ സുഹൃതോ ഗുണൈ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാൽ ബലം വിദോ യദൂരാം അപദൃഭാവാത് സംഘർഷണമുശഞ്ജിത. അതായത് ഇവൻ ഗുണങ്ങളെ കൊണ്ട് ബന്ധുമിത്രാദികളെയൊക്കെ രമിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് രാമൻ, രമിപ്പിക്കുന്നവൻ രാമൻ.
ബലം അധികം ഉള്ളത് കൊണ്ട് ബലൻ എന്ന പേരും, യദുക്കളുടെ നേരെ ഭേദഭാവന ഇല്ലാതെ അവരെ തമ്മിൽ യോജിപ്പിക്കുന്നവനായിട്ടും തീരും. അതുകൊണ്ട് സംഘർഷണൻ എന്ന പേരൊക്കെ ഈ കുട്ടിക്ക് പറ്റുന്നതാണ്. ഇങ്ങനെ രോഹിണി പുത്രന് ബലരാമൻ സംഘർഷണൻ എന്ന നാമങ്ങളൊക്കെ കൊടുത്തു. ബലൻ, രാമൻ, സംഘർഷണൻ എന്ന ഭാവങ്ങളൊക്കെ. അത് കഴിഞ്ഞിനി യശോദയുടെ ഉണ്ണിയെ മടിയിൽ വെച്ചുകൊണ്ട് കൊടുക്കുക. കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. എന്താ അത്? ഇതിനെന്ത് പേരാ ഇടുക? നിർഗുണ നിരാകാരമായിട്ടുള്ള ബ്രഹ്മം ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞിന്റെ രൂപത്തില്, അല്ലെങ്കിൽ നാമകരണ സംസ്കാരത്തിന് പ്രായമായിട്ടുള്ള രൂപത്തില് തന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെ? വിധം ശംവിധം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം വരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. ആ പരബ്രഹ്മസ്വരൂപത്തിന് എന്ത് പേരാ ഇടുക? കുറച്ചു നേരം പരമാനന്ദ നിർവൃതിയിലെ 6 അടി ദീർഘര്. അതിനുശേഷം പിന്നെ പറഞ്ഞു വർണ്ണത്തിനനുസരിച്ച് ഈ കുട്ടി ഇതിനു മുമ്പ് യുഗം തോറും ഓരോ ശരീരങ്ങൾ സ്വീകരിക്കുന്ന ആളാണ്. ഇവന് വെളുത്ത നിറത്തിലും ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലും 3 നിറങ്ങൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ കൃഷ്ണവർണ്ണത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വർണ്ണത്തിനനുസരിച്ചിട്ട് കൃഷ്ണൻ എന്ന പേര് ചേരും. അത് മാത്രമല്ല കൃഷ്ണ ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് കുറച്ചൊക്കെ നമ്മൾ നേരത്തെ സ്മരിച്ചതുമാണ്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ജന്മത്തില് വസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട് ഈ കുട്ടി. അതുകൊണ്ട് ആ വാസുദേവൻ എന്ന പേരിലും പ്രസിദ്ധനായിട്ട് തീരും. അങ്ങയുടെ മകന് ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് അനവധി പേരുകൾ ഉണ്ടാവും. അത് സാധാരണക്കാർക്കൊന്നും അറിയില്ല. എന്നെ പോലുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. എന്താണ്? ബഹൂനി സന്ധിനാമാനി രൂപാണിജ സുതസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദ നോ ജനാ. അതായത് പുത്രന്റെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും കുറിച്ച് അറിയുന്നവര് ഇവൻ അനേകം രൂപങ്ങളും പേരുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കും. എന്നെ പോലുള്ള ആളുകൾ അറിയണോ? സാധാരണ ജനങ്ങൾ അത് അറിയുന്നില്ല. അപ്പൊ ഭഗവാന്റെ മഹാത്മ്യം ഗർഗരെ പോലുള്ള മഹാത്മാക്കൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങളാണ് കൂടുതൽ. അവരൊന്നും കൃഷ്ണന്റെ ഭഗവാന്റെ മഹാത്മ്യത്തെ വേണ്ട രീതിയിൽ അറിയാത്ത കൂട്ടരാണ്. ഇവിടെ പറഞ്ഞു ആ കുട്ടി നിങ്ങൾക്ക് എല്ലാവിധ ശ്രേയസ്സുകളെയും ഉണ്ടാക്കി തീർക്കുന്നവരാണ്. ഗോപന്മാരെയും ഗോകുലത്തെയും ആനന്ദിപ്പിക്കുന്നവനായിട്ട് മാറും ഈ കുട്ടി. ഈ കുട്ടിയിലൂടെ സകലവിധ ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. പണ്ട് സജ്ജനങ്ങളെ കള്ളന്മാരെ വല്ലാണ്ട് ഉപദ്രവിച്ച സമയത്ത് ഈ കുട്ടിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്ക് കള്ളന്മാരെ ജയിക്കാൻ കഴിഞ്ഞത്. ഈ കുട്ടിയെ സ്നേഹിക്കുന്നവരെ ശത്രുക്കൾക്കൊന്നും ഉപദ്രവിക്കാൻ കഴിയില്ല. നന്ദ, അങ്ങയുടെ ഈ മകൻ ഗുണം, കീർത്തി, ഐശ്വര്യം, പ്രഭാവം ഈ ഭാവങ്ങളെ കൊണ്ട് നാരായണന് തുല്യനാണ് എന്ന് പറയുകയാണ്. എന്താ? തസ്മാൽ നന്ദാത്മജോയന്തേ നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്യാനുഭാവേന ഗോപായസ്വ സമാഹിത. ഈ കുട്ടിയെ ആ ഐശ്വര്യം കൊണ്ടും പ്രഭാവം കൊണ്ടും ഗുണം കൊണ്ടും നാരായണന് തുല്യനാണ്. ഏറ്റവും മനസ്സിരുത്തി ഈ കുഞ്ഞിനെ സംരക്ഷിച്ചോളൂ എന്നാണ്. അപ്പോ നാരായണനാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് നാരായണ സമനാണെന്ന് പറഞ്ഞു. നാരായണ സമൻ നാരായണൻ മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോ നന്ദഗോപർക്ക് അത്യാശ്ചര്യം തോന്നി. ഗർഗർക്ക് വേണ്ട ദക്ഷിണയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ നമസ്കരിച്ച് യാത്രയാക്കി എന്നാണ്. ഇനിയിപ്പോ രാമൻ, കൃഷ്ണൻ എന്ന പേരില് ഈ കുട്ടികളിപ്പോ ഗോകുലത്തെ ആനന്ദിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ആ ഗോകുലവാസികൾക്ക് ആ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോണ്ടാകുന്ന ആനന്ദം, ഭഗവാനെ കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദം, അതുപോലെ തന്നെ ഭഗവാനെ അനുഭവിക്കുമ്പോണ്ടാവുന്ന ആനന്ദം. അപ്പൊ ആനന്ദ സാന്ദ്രമായിട്ടുള്ള സാന്ദ്രാനന്ദാവബോധമായിട്ടുള്ള ആ ഭഗവാൻ ഇപ്പൊ ഗോപന്മാർക്ക് കാണാനും അതുപോലെ തന്നെ തൊടാനും അതുപോലെ തന്നെ അനുഭവിക്കാനും ഒക്കെ പാകത്തിന് ആ രൂപം സ്വീകരിച്ച് വന്നിരിക്കുകയാണ്. നോക്കൂ, വാസ്തവത്തില് ഇപ്പോ ഇവർക്ക് ഈ നാമകരണ സംസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ജാതകത്തിലെ ആ
ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടോ ഒരു പ്രത്യേകിച്ചൊന്നും അവർക്ക് ഉണ്ടാവാൻ പോണില്ല. കാരണം ഈശ്വരന്മാര് പ്രപഞ്ചാതീതന്മാരാണ്. ഗ്രഹസ്ഥിതി കൊണ്ട് എന്ത് ഫലമാണ് നിർണയിക്കപ്പെടുക? എങ്കിലും ചിലതൊക്കെ പറഞ്ഞു, ചിലതൊന്നും പറഞ്ഞതുമില്ല. ഈശ്വരന്റെ അവതാരമാണെന്ന പ്രത്യക്ഷത്തിൽ പറയാണ്ട് പരോക്ഷമായിട്ട് ഒരു സൂചന കൊടുത്തു. ഇവരെ സ്നേഹിച്ചാൽ മാത്രം മതി, ലോകത്തിലെ ആപത്തുകൾ മുഴുവൻ അതോടുകൂടിയിട്ട് അകലും എന്ന് പറഞ്ഞിട്ടാണ് ഗർഗമഹർഷി അവിടുന്ന് പോണത്. ഇപ്പോ അങ്ങനെ രാമനും കൃഷ്ണനും ഗോകുലവാസികളെയും അമ്മമാരെയും ഒക്കെ ആനന്ദിപ്പിച്ച് ആ ഗോകുലത്തിൽ കളിക്കുകയാണ്. മുട്ടുകുത്തി നടക്കാനൊക്കെ തുടങ്ങി. മണ്ണിലും പൊടിയിലും ചെളിയിലും മുട്ടുകുത്തി നടക്കണു. കാലിലണിഞ്ഞ കാൽത്തലകളുടെ കിലുക്കം കേട്ടിട്ട് പിന്നിൽ നിന്ന് ആരെങ്കിലും വരികയാണോ എന്ന് ധരിച്ച് പിന്നിലേക്ക് പരിഭ്രമിച്ചതുപോലെ പിന്തിരിഞ്ഞ് നോക്കും. ഗോപസ്ത്രീകൾ ആരെങ്കിലും എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പരിചയക്കുറവ് നിമിത്തം ആ ഓടിച്ചെന്ന അമ്മമാരുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് ഇരിക്കും. ദേവകിയും രോഹിണിയും മണ്ണിലും പൊടിയിലും ഒക്കെ കിടന്നു ഉരുളുന്നതായ ഈ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് ദേഹത്തിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അവർക്ക് അമ്മിഞ്ഞ് നൽകും. ആ മുല കുടിക്കുന്ന സമയത്ത് കുഞ്ഞി പല്ലുകൾ പുറത്തേക്ക് കാണിച്ചു കൊണ്ടുള്ള പുഞ്ചിരി കണ്ട് യശോദയും രോഹിണിയും ആനന്ദ സമുദ്രത്തില് മുഴുകിയിരുന്നു എന്നാണ്. അങ്ങനെ രാമനും കൃഷ്ണനും ചില സമയത്ത് മുട്ടുകുത്തി മുറ്റത്ത് ചെന്ന് പശുക്കളുടെ വാല് പിടിച്ച് വലിക്കുക. പശുക്കുട്ടികൾ അങ്ങോട്ടും വലിക്കും, അപ്പൊ തിരിച്ചിട്ട്. ഇങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള വികൃതിത്തരങ്ങൾ നോക്കി നിന്നുകൊണ്ട് യശോദയും രോഹിണിയും വീട്ടുകാര്യങ്ങൾ പോലും മറന്നു എന്നാണ്. അതാണ് ഈശ്വരഭാവം പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കുമ്പോൾ നമ്മൾ ശരീരവും ശരീരത്തോട് ബന്ധപ്പെട്ട ഭാവങ്ങളെയൊക്കെ നമ്മൾ മറക്കും. ഈ നിലയിലാണ് ചിലപ്പോ പല വികൃതികളും കാണിക്കും. ആ മുട്ടുകുത്തി ആ തൊഴുത്തിലൊക്കെ ചെന്ന് പശുക്കളുടെ മുല കുടിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ആ കാളക്കുട്ടികളുടെ മുൻകാലിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുക. മുട്ടുകുത്തി അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് കത്തുന്ന തീക്കൊള്ളികൾ കടന്ന് പിടിച്ചു വലിക്കുക. അതുപോലെ തന്നെ കൽക്കരിന വീശാത്തി എടുത്തിട്ട് ആ അലകൊരാൾ പിടിക്കും, പിടി മറ്റാൾ പിടിച്ചിട്ട് എൻ്റെ ആണെന്നും പറഞ്ഞ് വലിക്കുക. അതുപോലെ പൂച്ചകളെ കടന്ന് പിടിച്ച് അവയുടെ നഖങ്ങളെ പിടിച്ചു വലിക്കുക, പല്ലുകൾ തടവി നോക്കുക, മുള്ളുകളിൽ കൂടി മുട്ടുകുത്തി ഓടുക, പക്ഷികളെ പിടിക്കാൻ അവയുടെ പിന്നാലെ ഓടുക, മഴ പെയ്യുന്ന സമയത്ത് വീട്ടിന്റെ കോടിയിൽ നിന്ന് വീഴുന്ന വെള്ളം തലയിൽ വീഴ്ത്താനായിട്ട് വീട്ടിന് ചുറ്റും ഓടുക. ഇങ്ങനെയുള്ള വികൃതി തരങ്ങളിൽ നിന്ന് രാമനെയും കൃഷ്ണനെയും പിന്തിരിപ്പിക്കാൻ യശോദയും രോഹിണിയും വല്ലാണ്ട് പാടുപെട്ടു എന്നാണ്. ഇപ്പോ ഗോപസ്ത്രീകളെയൊക്കെ ആനന്ദിപ്പിക്കുകയാണ്. അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ തരത്തിലുള്ള ലീലകൾ ഇനി ചെയ്യാൻ പുറപ്പെടുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാമനെയും കൃഷ്ണനും മെല്ലെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ സ്വന്തം വീട്ടിലാണ് ഓരോ ലീലകള്. കാലിന് ഒരുവിധം ബലം വെച്ചതോടുകൂടെ രാമകൃഷ്ണന്മാര് ഗോപികളുടെ വീട്ടുകളിൽ ചെന്ന് തങ്ങളുടെ കുട്ടികളെ കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു എന്നാണ്. ഇപ്പോ ഗോപസ്ത്രീകളുടെ കുട്ടികളുണ്ട്, അതുപോലെ രാമനും കൃഷ്ണനും. ആ കൂട്ടുകാരായിട്ടുള്ള കുട്ടികളോടുകൂടി ഓരോ വീട്ടുകളിൽ കയറിയിട്ട് അവിടെ ചെന്ന് പല ലീലകളും കാണിക്കും. ഓരോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു കുസൃതി ഒപ്പിച്ചിട്ട് തിരിച്ചു പോരുള്ളൂ എന്നാണ്. ഇങ്ങനെ രാമകൃഷ്ണന്മാരുടെ കുസൃതികള് വല്ലാണ്ടായപ്പോ ഇപ്പോ ഗോപസ്ത്രീകള് പരാതിയുമായിട്ട് യശോദയുടെ വീട്ടിലേക്ക് വരികയാണ്. ഭഗവാനോ പരിഭ്രമിച്ചവനെ പോലെ അഭിനയിച്ച് യശോദയുടെ പിന്നിൽ പകുതി മറിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ആ കൃഷ്ണൻ കേൾക്കെ തന്നെ ഗോപികൾ പറയാൻ തുടങ്ങി, യശോദേ, തൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ എന്നാണ്. അപ്പോ യശോദയ്ക്കൊന്നും ആ ഗോപസ്ത്രീകൾ പറയണത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. എന്താ ഗോപസ്ത്രീകൾ പറയണത്? അതെ, ഈ കുട്ടിക്ക് വല്ലാണ്ട് വികൃതിയാണ്. വത്സാൻ മുഞ്ചൻ കൊജിത സമയേ ക്രോശ സംജാതഹാസ. യശോദേ, ഈ കൃഷ്ണൻ വീടുകളിൽ വന്ന് പശുക്കിടാങ്ങളെയൊക്കെ അഴിച്ചു വിട്ടിട്ട് പശുക്കളുടെ അകത്ത് നിന്ന് പാല് കുടിച്ച് പശുക്കിടാങ്ങള്
ഞങ്ങൾ കറക്കാൻ ചെല്ലുന്ന സമയത്ത് ഒരു തുള്ളി പാല് കിട്ടുന്നില്ല. ഒരു ഗോപസ്ത്രീ പറയുക, ഞാൻ കുറച്ചധികം പാല് കൊടുക്കാന്ന് ഏറ്റു. നേരത്തെ തന്നെ പശുക്കുട്ടികളെയൊക്കെ പിടിച്ച് മാറ്റിക്കെട്ടി നല്ല രാവിലെ കറക്കാൻ ചെല്ലുമ്പോൾ അധികം പാല് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വലിയ പാത്രമൊക്കെ ആയിട്ട് തൊഴുത്തിലേക്ക് കയറി ചെന്നതാ. ചെന്ന് നോക്കുമ്പോൾ എന്താ കണ്ടത്? പൈക്കുട്ടികളൊക്കെ വന്ന് കയറഴിഞ്ഞ് വന്ന പശുക്കളുടെ അകത്ത് നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുക. ആരാ ഈ പൈക്കുട്ടികളെ അഴിച്ചു വിട്ടത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പിന്നൊരു ചിരി കേട്ടു എന്നാണ്. നോക്കുമ്പോഴോ ഈ കൃഷ്ണനാണ്, ഞാനാണ് അഴിച്ചുവിട്ടത് എന്നും പറഞ്ഞ് കയ്യും അടിച്ച് അവിടുന്ന് ചിരിച്ചു കൊണ്ട് ഓടിപ്പോയി എന്നാണ്. ഒരു തുള്ളിപ്പാൽ എനിക്ക് കിട്ടിയില്ല, പക്ഷേ ആ ചിരി എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് അവരുടെ എന്ത് പോയാലും കുഴപ്പമില്ല, കൃഷ്ണന്റെ ചിരി അത് മറക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ചിലപ്പോ പൈക്കളെയൊക്കെ ദൂരേക്ക് അഴിച്ച് ദൂരെ കൊണ്ട് നിർത്തും. അതുപോലെ തന്നെ വഴക്ക് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കും. ഞങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പാലും തൈരും വെണ്ണയും ഇതിനെയൊക്കെ ചിലപ്പോ അവരെടുത്ത് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് രാമനും കൃഷ്ണനും പാലും തൈരും വെണ്ണയും കൊടുക്കണതിന് യാതൊരു വിഷമവും ഇല്ല. പക്ഷെ ബാക്കി വരുന്ന ചങ്ങാതിമാർക്ക് കൊടുക്കും, അതിനും കുഴപ്പമില്ല. പക്ഷെ ബാക്കി വരുന്ന പാലും തൈരും ഒക്കെ കുരങ്ങു കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞങ്ങള് ഇത് വിറ്റിട്ട് ഉപജീവനം കഴിയുന്ന കൂട്ടരാണ്. പക്ഷെ ഇങ്ങനെ ആയാൽ ഞങ്ങൾക്ക് എന്താ ഒരു വഴി എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഇങ്ങനെ ഓരോ തരത്തില് പാല് പാത്രത്തിൽ വെക്കാതെ മാറ്റി വെച്ചു കഴിഞ്ഞാല് പാത്രം തച്ചുടയ്ക്കാനും തുടങ്ങി. ഒരു ഗോപസ്ത്രീ പറയാ, ഞാൻ സാധാരണ പാല് വെക്കുന്ന പാത്രത്തിൽ പാല് വെച്ചില്ല, വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. ഇവരോ ഇവിടെ വന്ന് നോക്കുമ്പോ പാലില്ലാത്ത കാലിപ്പാത്ര കാണുന്നത്. നേരെ എന്റെ മുമ്പ് കൊടുത്തിട്ട് ഇവിടെ എന്താ പാലൊന്നും ഇല്ലേ? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഈ പാത്രം എന്ന് പറഞ്ഞ് താരെ തച്ച ഉടയ്ക്കുകയും ചെയ്തു എന്നാണ്. ഇതൊക്കെ വലിയ തത്വങ്ങളെ കാണിച്ചു കൊടുക്കുക ഭഗവാൻ. ഈ പാത്രം എന്ന് വെച്ചാൽ തന്നെ പതനാൽ ത്രായതേ ഇതി പാത്രം എന്നാണ്. പതനത്തിൽ നിന്ന്, അധപതനത്തിൽ നിന്ന് ജീവനെ രക്ഷിക്കുന്നതാണ് പാത്രം. അപ്പൊ ആ പാത്രത്തിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക. അതിന് പകരം പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അപകടത്തിനെ ചെയ്യും എന്ന് കാണിച്ചു തരും. അതിനാണ് പാത്രം തച്ചുടച്ച് അവരെ അനുഗ്രഹിക്കുന്നത്. ഇങ്ങനെ മോഷ്ടിച്ചു കഴിക്കുകയാണെന്നാണ്. എന്താ ഈ മോഷ്ടിക്കാൻ കാരണം? കൊടുത്താൽ കഴിക്കില്ല, പിന്നെ ചെയ്യുന്നത് മോഷണ. എന്താ കാരണം എന്നാണെങ്കിൽ, വാമനാവതാര കാലത്ത് മഹാബലിയോട് ഭഗവാനോട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ മഹാബലിയുടെ മുമ്പിൽ ചെന്ന് യാചിക്കാൻ പുറപ്പെട്ടു. മഹാബലിയോട് 3 അടിയാണ് യാചിച്ചത്. അപ്പൊ മഹാബലി പറഞ്ഞു, അതെ, എന്റെ മുമ്പിൽ യാചിച്ച ഒരാള് ഇനി വേറൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടാൻ പാടില്ല, അത് എന്റെ നിർബന്ധമാണ്, അതുകൊണ്ട് വേണ്ടത് ചോദിക്കൂ എന്നാണ്. അപ്പൊ ഭഗവാൻ അവിടെ വെച്ച് മഹാബലിക്ക് ഒരു വാക്ക് കൊടുത്തു. എന്താ കൊടുത്തത്? അങ്ങയുടെ മുമ്പിൽ കൈ നീട്ടിയതല്ലാണ്ട് ഇനി വേറൊരാളുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടില്ല. മഹാബലിയുടെ മുമ്പിൽ കൈ നീട്ടാൻ പോയിട്ട് തന്നെ ഭഗവാൻ ആ വരുന്ന കണ്ണീര് നിയന്ത്രിച്ച് നിർത്തുക ചെയ്തത്. അങ്ങേറ്റം പണിപ്പെട്ടിട്ടുണ്ട്. ആ മഹാബലിയിൽ നിന്നും ഭക്തകളായിട്ടുള്ള ഗോപികൾ എത്രയോ ഉയരത്തിലാണ്. ഇനിയിപ്പൊ അവരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ തനിക്ക് കൈ നീട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാം തന്റെയാണല്ലോ, ഈശാവാസ്യം ഇതം സർവം, ഇതൊക്കെ തന്റെ തന്നെയാ. അപ്പൊ തനിക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ മോഷണം എന്നൊരു ലീല അഭിനയിച്ചത് എന്നാണ്. ഇപ്പോ പാലും തൈരൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? തൊട്ടിയില് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ അതിന്റെ ചന്തിക്ക് നുള്ളിയിട്ട് അതിനെ ഉണർത്തി കരിയിക്കുന്ന കോട്ടൂരൊക്കെ അത് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ മൺകലവും തുറന്നു പരിശോധിച്ചിട്ടു പാൽ കക്കുവാൻ തെല്ലും കിട്ടിയതില്ലതിൽ കലശലായി വർദ്ധിച്ച കോപാന്ധനായി പാലിൽ ചേലിലുറങ്ങിടുന്നൊരരുമപ്പിഞ്ചോമനും ചന്തിമേൽ നുള്ളിക്കഷ്ണം എടുത്തു പോന്ന വികൃതി ബ്രഹ്മത്തിനെ കൈതൊഴാം. കുട്ടിയുടെ, അതായത് പാലും തൈരൊക്കെ ഞാൻ മഞ്ഞളുള്ളിൽ വെച്ച് അടച്ച് അതിന്റെ മീതെ കയറിയിരുന്നു. എന്റെ കുട്ടിയാണെച്ച തൊട്ടിൽ ഉറങ്ങണമുണ്ട്. ഇവര് വന്നപ്പോ ഞാൻ പറഞ്ഞു പാലും തൈരൊക്കെ ഇതിന്റെ അകത്താ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കാണ്ട് നിങ്ങൾക്ക് ഒരു തുള്ളി പാല് കിട്ടില്ല. എന്നെ എഴുന്നേൽപ്പിക്കാൻ അവർ ഒരു മാർഗവും കാണാഞ്ഞപ്പോ എന്താ ചെയ്തത്?
ഉറങ്ങിക്കിടക്കണ കുട്ടിയുടെ ചന്തിക്ക് പോയിട്ട് നുള്ളി അതിനെ കരയിക്കുക. കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് പോയി ആ സമയത്ത് ഇതിനെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ്. വേറൊരു ഗോപി പറയുക, അതെ എത്താത്ത ദിക്കിൽ വെച്ച്, കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ എത്താത്ത ദിക്കിൽ വെച്ച രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് ഉരുട മീതെ പാലും തൈരൊക്കെ കയറ്റി വെച്ചു എന്നാണ്. രാമനും കൃഷ്ണനും കുട്ടികളോട് കൂടി വീട്ടിലേക്ക് വരുന്നത് കണ്ടു. പക്ഷെ അവർക്ക് പാലെത്തില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഉറിവെച്ച മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടപ്പോഴോ ഞാൻ അകത്ത് ചെന്ന് നോക്കിയപ്പോ എനിക്ക് ആശ്ചര്യവും ചിരിയും ഒക്കെ ഒരുമിച്ച് വരിക. ഉറിയുടെ അടിയിൽ ഒരു ഒരലുരുട്ടി കമിഴ്ത്തി വെച്ചിട്ടുണ്ട്, അതിന്റെ മീതി ഒരു പീഠം വെച്ചിട്ടുണ്ട്, എന്നിട്ടും പാൽക്കൽ ഒത്തുന്നില്ല. അപ്പൊ എന്താ ചെയ്തത്? ഒരു വടി എടുത്തിട്ട് അല്ലെങ്കിൽ കടകോലെടുത്തിട്ട് ആ പാൽക്കലത്തിന്റെ അടിയിൽ ഒറ്റ കുത്ത്, ആ ദ്വാരത്തിൽ നിന്ന് വരുന്ന പാല് കുടിച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശിമാരൊക്കെ നാമം ജപിക്കുമ്പോ പണ്ട് പറഞ്ഞ് ആ നാമം ചെല്ലുന്നത് കേട്ടിട്ടുണ്ട്. വൃന്ദാവനത്തിൽ മരുവീടിന വാസുദേവ നിന്നോടെനിക്കു ചെറുതായൊരു കാര്യമുണ്ട്. ദതി ഉറി അത് തൊടുവാൻ നീളമില്ലാത്ത നീ പോയി ത്രിഭുവനം മൂന്നടിയായി അളന്നതെങ്ങിനെ വാസുദേവ. ഈ പാലും തൈരും കക്കാനായിട്ട് എത്താത്ത ആളാണ് ആ മൂന്നടിയായിട്ട് 3 ലോകത്തെയും അളന്നെടുത്തത്. നോക്കൂ ഭഗവാന്റെ മഹിമ. ഏതായാലും ഗോപസ്ത്രീ പറയണ ആ ദ്വാരത്തിൽ നിന്ന് വരുന്ന പാല് കുടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും കുടിച്ചിട്ട് കീഴ്പോട്ട് ഇറങ്ങുമ്പോ പിടിക്കാന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. എന്നെ കണ്ട ഉടനെ അവിടെ നിന്ന് ഇറങ്ങലും ചാടലും ഓടലും ഒപ്പം കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ എന്തൊക്കെ വികൃതി തരങ്ങളാണ് കാണിക്കുന്നത്. ഈ യശോദയുടെ പിന്നില് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വികൃതി കാണിക്കുന്ന കുട്ടിയാണെന്ന് ആരും പറയില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ ഗോപസ്ത്രീകൾ വന്ന് പറയുമ്പോ യശോദയ്ക്ക് ദേഷ്യമൊക്കെ വരും. പക്ഷേ കൃഷ്ണനെ ഒന്ന് കണ്ട ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയുണ്ടല്ലോ, യശോദയുടെ ദേഷ്യമൊക്കെ പമ്പ കിടക്കുക. പുത്രന്റെ ഓരോ വികൃതിത്തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം കണ്ണൻ ചിരിച്ചങ്ങ് വരുന്നു കണ്ടാൽ എല്ലാം മറക്കുന്നു യശോദ വേഗം. ഇതാണ് യശോദയുടെ അവസ്ഥ. ഇപ്പോ യശോദയും ഗോപസ്ത്രീകളും, ഇപ്പൊ ഗോപസ്ത്രീകളെ യശോദയുടെ അടുത്ത് വന്ന് പരാതി പറയുമ്പോ അവരുടെ വീട്ടില് കൃഷ്ണൻ വന്ന് എന്ത് ചെയ്താലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇന്നലെ ഇവളുടെ വീട്ടിലാണ് കൃഷ്ണൻ വന്നിട്ട് പാൽക്കലം ഉടച്ചത് എന്ന് പറയുമ്പോ എന്താണ് പറഞ്ഞ ഗോപിയുടെ അവസ്ഥ? ഇന്നലെയും എന്റെ വീട്ടിൽ വന്നില്ലല്ലോ എന്നാണ് ആ ഗോപിയുടെ ദുഃഖം. ഇപ്പൊ ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ വയ്യ എന്ന അവസ്ഥയിലേക്കാണ് അവരുടെ അവസ്ഥ. ഇപ്പോ അവരുടെയൊക്കെ പാലും തൈരൊക്കെ ആ മോഷ്ടിക്കുക, പാത്രങ്ങളൊക്കെ തച്ചുടയ്ക്കുക, ഇതൊക്കെ ചെയ്യുമ്പോ ആ ഗോപസ്ത്രീകളാണ് വെച്ചാൽ അങ്ങേയറ്റത്തെ ഭക്തോത്തമകളാണ്. പക്ഷെ അവരുടെ ഭക്തിക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകണമെന്ന് കാണുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ഓരോരോ വികൃതികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ പാലും തൈരൊക്കെ നഷ്ടപ്പെടുമ്പോ ഗോപസ്ത്രീകൾ എത്രത്തോളം സങ്കടപ്പെടുന്നോ അത്രത്തോളം ഭഗവാൻ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.